ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പേസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ചിക്കൻ തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തോരനിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം സവാള, ഇത്രയും നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാവേ. അപ്പോൾ ഞാൻ ഒതുക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മളൊരു ശകലം പോലും വെള്ളം ചേർക്കാതെയാണിത് വേവിക്കുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ചതച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ആ പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നോളം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കനിൽ ഈ മസാലയെല്ലാം പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ആക്കി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ചിക്കനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ തോരനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. ഇപ്പോൾ ഉപ്പെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ.